2 മാസത്തിൻ്റെ രോദനത്തിൻ്റെ കഥയാണ് കേട്ടോ. അതെ, അവസാനം ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു കോളേജിലേക്ക് പോവാണ്. കുറച്ചധികം 3G ആയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു ഈ സെം 3G ആയിരുന്നു. കാരണം തൃശ്ശൂരിൽ നിന്ന് നേരെ കുറ്റിപ്പുറം എത്തേണ്ട ഞാൻ ട്രാക്ക് മാറിപ്പോയെന്ന് വെച്ചാൽ ട്രെയിനൊന്ന് മിസ്സായി പോയെന്ന്. നേരെ അങ്ങ് പാലക്കാട് എത്തി. കോയമ്പത്തൂർ പോകുന്ന ട്രെയിനാണെന്ന് ഒന്നും ഞാൻ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ കോയമ്പത്തൂർ എത്തിയേനെ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്കൊരു ഭാഗ്യം എന്ന് പറയാൻ കാരണം എനിക്ക് എപ്പോഴും കിട്ടാത്ത ബസ് അന്നത്തെ ദിവസം കിട്ടി കേട്ടോ. പിന്നെ കറക്റ്റ് ഞാൻ ഉച്ചയ്ക്കാണ് എത്തിയത്. ഉച്ചയ്ക്ക് പിന്നെ ഞാനിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ കയറി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ പഠിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സബ്ജക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നു. പിന്നെ കഴിഞ്ഞ സെമ്മിലുണ്ടാകുന്നതിൻ്റെ അതേ ബോട്ടിൽ ഈ സെമ്മിലും ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ള കാണിക്കേണ്ട അഹങ്കാരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ടൈം ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചാടില്ല ഒരു സമാധാനമില്ല കേട്ടോ. അതെ, അതിന് കാരണം ഈ 2 പേരാണ്. കാരണം ഇവരുടെ അടുത്താണ് ഞാൻ പരദൂഷണം പറയണതും കുറ്റം പറയണതും എല്ലാം ഉള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വന്ന വിഷമത്തിൽ നിന്ന് ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി കഴിച്ച് ഞാൻ എൻ്റെ വിഷമം ഉള്ളിൽ ഒതുക്കുകയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാന്ന് കോളേജിലേക്ക് വരാനും ഈ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരാനായിട്ടും. എല്ലാം തൃശ്ശൂരാണ്, നമ്മുടെ തൃശ്ശൂർ, നമ്മുടെ കുറുക്കഞ്ചേരി. അങ്ങനെ പറഞ്ഞാൽ തരാത്ത കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാൻ കിടന്നുറങ്ങി. കാരണം നാളെ ക്ലാസ്സിൽ പോകണമല്ലോ.